ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇനി അടുത്ത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, വെബ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, സ്റ്റോർമാൻ എന്ന് പറയുന്ന നിരവധി എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. ഈ ക്ലാസ് തീർച്ചയായും നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് അവസാനം വരെ കാണുക. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ ഒരുപാട് വീഡിയോകൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാലോ. ആദ്യത്തെ ചോദ്യം, ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? അപ്പോൾ ചോദ്യം എന്താണ്? ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 5+3+3+4 ആണ്. അതായത് 5+3+3+4. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, ഇനി അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പഠിക്കാമല്ലോ. പഠിക്കാൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. കസ്തൂരി രംഗൻ കമ്മിറ്റി 2019 കസ്തൂരി രംഗൻ കമ്മിറ്റി വരുന്നത്. ഇനി NEP എന്താണ്? NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് കേട്ടോ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് NEP. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 തയ്യാറാക്കിയത് ആരാണ്? അത് കസ്തൂരി രംഗൻ കമ്മിറ്റിയാണ്. ഓക്കെ, അവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ഘടനയാണ് 5+3+3+4. ഇനി ഇവർ പ്രധാനമായും പരിപോഷിപ്പിച്ചത് ഏതായിരുന്നു? മാതൃഭാഷയിലുള്ള പഠനത്തെ ആയിരുന്നു കേട്ടോ. മാതൃഭാഷയിലുള്ള പഠനത്തിനാണ് പ്രോത്സാഹനം നൽകിയത്. സ്കൂളിനെയും ഉന്നത വിദ്യാഭ്യാസത്തിലും വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് കസ്തൂരി രംഗൻ കമ്മിറ്റിയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയായിരുന്നു 2019 കസ്തൂരി രംഗൻ കമ്മിറ്റി. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയേ, രണ്ടാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രമെന്ത്? അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പുതിയ 500 രൂപ നോട്ടാണ് കേട്ടോ. പുതിയ 500 രൂപ നോട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണ്? അത് ചെങ്കോട്ടയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ചെങ്കോട്ടയാണ്. ചെങ്കോട്ട. ഓക്കെ, അപ്പോൾ പുതിയ നോട്ടുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പഠിക്കാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും അറിയണ്ടായിരിക്കില്ല, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ചോദിക്കാൻ പോകുന്ന ഈ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു 500 രൂപ നോട്ട് പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ആണെന്ന് തന്നു അല്ലേ? അങ്ങനെയെങ്കിൽ 1 രൂപ നോട്ട്, ഓക്കെ, 1 രൂപയുടെ നോട്ട് പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? ഇനി അല്ല, റിസർവ് ബാങ്ക് അല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ ആരാണ് 1 രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഇതാദ്യത്തെ ചോദ്യമാണേ. ഇന്ന് നമുക്ക് പഠിക്കാമല്ലോ ഏതൊക്കെയാണ് പുതിയ നോട്ടുകളെന്നും ആ നോട്ടുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണെന്നും പഠിക്കാം. ഓക്കെ, ഞാനിവിടെ തന്നിട്ടുണ്ട് പുതിയ നോട്ടുകളും ചിഹ്നങ്ങളും. 10 രൂപ, 10 രൂപയുടെ പുതിയ നോട്ടിൽ എന്താണ് ചിത്രമുള്ളത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് കേട്ടോ. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പുതിയ 10 രൂപ നോട്ടിൽ. പുതിയ 20 രൂപ നോട്ടിലാണെങ്കിലോ എല്ലോറ ഗുഹകളാണ്. പുതിയ 20 രൂപ നോട്ടിൽ എല്ലോറ ഗുഹകൾ. 50 രൂപയിലാണെങ്കിൽ ഹംപി, 50 രൂപയിലാണെങ്കിൽ ഹംപിയാണ്. 100 രൂപയിലാണെങ്കിൽ റാണി കി വാവാണ്, റാണി കി വാവ്. 200 രൂപയിലാണെങ്കിൽ സാഞ്ചി സ്തൂപമാണ് കേട്ടോ. സാഞ്ചി സ്തൂപം ഓപ്ഷനിലുണ്ടല്ലോ. യെസ്, സാഞ്ചി സ്തൂപം കണ്ടോ. ഹംപിയുണ്ട്, സാഞ്ചി സ്തൂപവും ഓപ്ഷനിലുണ്ട്. ഓക്കെ, 500 നമ്മൾ പഠിച്ചല്ലോ. ചെങ്കോട്ടയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ കേട്ടോ. ഓപ്ഷൻ സി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, മംഗൾയാൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മംഗൾയാൻ എന്ന് പറയുന്ന ചിത്രം ഏത് നോട്ടിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാം. അപ്പോൾ മംഗൾയാൻ ഏത് നോട്ടിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാലോ. മൂന്നാമത്തെ ചോദ്യം, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനം ആചരിക്കുന്നത് എന്നാണ്. ഓക്കെ, അതിൽ തന്നെ ഒരു ചോദ്യമുണ്ട്. അന്തർദേശീയ മാതൃഭാഷാ ദിനം ആചരിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? അത് യുനെസ്കോയുടെ നേതൃത്വത്തിലാണ് കേട്ടോ. അത് പഠിച്ചു വെക്കണേ, PYQ ആണ്. അപ്പോൾ അന്തർദേശീയ മാതൃഭാഷാ ദിനം ആചരിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? അത് യുനെസ്കോയുടെ നേതൃത്വത്തിലാണ്. ചോദ്യം ഇവിടെ അതല്ല. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫൈ ചെയ്ത ഡേറ്റ് ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അത് ഒരു സംശയവുമില്ല. ഓപ്ഷൻ ബി ആണ്, ഫെബ്രുവരി 21 കേട്ടോ. Feb 21 ആണ്, ഫെബ്രുവരി 21. ഓക്കെ, ഇനി ഈ ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ്. 2025 തീം കേട്ടോ. തീമുകളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 2025 തീം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷം എന്നായിരുന്നു തീം. ഓക്കെ, അപ്പോൾ 2025 ഫെബ്രുവരി 21
അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ തീം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ രജത ജൂബിലി ആഘോഷം എന്നതായിരുന്നു കേട്ടോ ടീം. ഓക്കെ, അപ്പം എന്താണ് തീം? എന്താണ്? അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ രജത ജൂബിലി ആഘോഷം. എടാ ഇതിലേ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഒരുപാട് തവണ ചോദിച്ച ഒരു PYQ ആണ്, ഒരുപാട് തവണ ചോദിച്ച ഒരു PYQ തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് വർഷം എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2013 പഠിച്ചു വെച്ചേ, 2013 കേട്ടോ. ഒരുപാട് തവണ ചോദിച്ച ഒരു PYQ ആണ്. അപ്പോൾ നമുക്കിവിടെ മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെടുത്തി ഞാനത് പറഞ്ഞതേ ഉള്ളൂ, അതുകൂടെ ചേർത്തങ്ങ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013. ഓക്കെ, എടാ അങ്ങനെയെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ക്ലാസ്സിലെ 3ാമത്തെ ചോദ്യമാണ് കേട്ടോ. ആദ്യമായിട്ട് ഏത് ഭാഷയ്ക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്? ഓക്കെ, ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത്, വർഷം ഏതാണെന്ന് കൂടി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഒന്ന് പറയാം. ഓക്കെ, 3ാമത്തെ ചോദ്യമാണേ. ഇനി നോക്കിയേ, ഇവിടെ 4ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ ചോദ്യം വളരെ ക്ലിയർ ആണ്, ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സൗത്ത് മോസ്റ്റ് പോയിന്റ് ആണ് തെക്ക് ഭാഗം. തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സിവാലിക് ആണ് അല്ലേ. സിവാലിക് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇനി ബാക്കിയുള്ളതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ എവിടെയാണെന്ന് പഠിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഹിമാലയത്തിന് 3 ഭാഗങ്ങളാണ്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഓക്കെ, ഇനി ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നിങ്ങനെ പഠിക്കാം. ഓക്കെ, ഇതാ നോക്കിയേ, ഹിമാലയത്തിന് 3 ഭാഗങ്ങളാണ്. ഹിമാദ്രിയുടെ സ്ഥാനം എവിടെയാണ്? ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്താണ് കേട്ടോ. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്താണ്. ഹിമാലയത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഭാഗമാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഒരുപാട് വലിയ വലിയ പീക്കുകളൊക്കെ ഉള്ള സ്ഥലം എവിടെയാണ്? അത് ഹിമാദ്രിയാണ്. ഇനി ഹിമാചലാണ് 2ാമത്തെ ഭാഗം. ഹിമാചൽ വരുന്നത് ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിലാണ് കേട്ടോ. ഹിമാചൽ വരുന്നത് എവിടെയാണ്? ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിലാണ്, അതായത് സെൻട്രൽ പോർഷനാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഇനി ശിവാലിക്കാണ് ഹിമാലയത്തിൻ്റെ തെക്കേ അറ്റത്ത്. ഇതായിരുന്നു PYQ. ഓക്കെ, ഇതാണ് അവിടെ ചോദ്യത്തിൽ കണ്ടത്. തെക്ക് ഭാഗം അറിയപ്പെടുന്ന പേര്, തെക്ക് ഭാഗം ഏതാണ്? അത് ശിവാലിക്കാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ 4 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആ 4 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. നിങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ഓക്കെ, അപ്പോൾ ഇതുവരെ ആരെങ്കിലും ലൈക്ക് അടിക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇതാ അടുത്ത ചോദ്യം, പ്രസ്താവന ചോദ്യമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്രസ്താവന കാണുന്ന സമയത്ത് നിങ്ങളത് വിട്ട് കളയരുത്. ഓക്കെ, അപ്പോൾ പ്രസ്താവന ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായതാണ്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കിയ ശേഷം ശരിയായതാണ് പറഞ്ഞതെങ്കിൽ അതിനടിയിൽ ഒരു വരയിട്ട് വയ്ക്കുക. തെറ്റായതാണെന്നുണ്ടെങ്കിലും മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ വരയോ ടിക്കോ എന്താണ് ഇട്ട് വയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾക്കത് അനലൈസ് ചെയ്യണം, മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, തീർച്ചയായും നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് നോക്കാം. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ. ഓക്കെ, ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന എന്താണത്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ശ്രദ്ധിച്ചോ നിങ്ങൾ, നാറ്റോ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇതിൻ്റെ മലയാളം എത്ര പേർക്ക് അറിയാം? മലയാളം നമ്മൾ അങ്ങനെ പഠിക്കുന്നതല്ല, നമ്മളിത് ഇങ്ങനെ തന്നെയാണ് പഠിക്കുക. നാറ്റോൻ്റെ ഫുൾ ഫോം എന്താ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അങ്ങനെയാണ് പഠിക്കുക. ഒരു ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്ന വ്യക്തികളെല്ലാം തീർച്ചയായിട്ടും അങ്ങനെയാണ് പഠിച്ചിരിക്കുക. പക്ഷെ മലയാളത്തിൽ അത് വരുന്ന സമയത്താണ് പറയുന്നത് ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന എന്നാണ് പറയുന്നത്. എപ്പോഴാണ് രൂപം കൊണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, 1949 ഏപ്രിൽ 4 അത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. തീർച്ചയായും ബ്രസൽസ് തന്നെയാണ് നാറ്റോയുടെ ആസ്ഥാനം. ബ്രസൽസ് നാറ്റോയുടെ ആസ്ഥാനമാണ്. ഇനി അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. തീർച്ചയായും നാറ്റോയുടെ ലക്ഷ്യം എന്താണ്? അത് തന്നെയാണ്, അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. തീർച്ചയായും 1, 2, 3 3 സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1, 2 ആൻഡ് 3 മൂന്നും ശരിയാണ്. ക്ലിയർ ആയല്ലോ? 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചേ, നാറ്റോ രൂപം കൊണ്ട വർഷം 1949 ഏപ്രിൽ 4. ബ്രസൽസ് ആണ് ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ഇനി പഠിക്കാലോ. ഇതാ കുറച്ച് പോയിന്റുകളേ ഉള്ളൂ, സിമ്പിളായിട്ട് പഠിക്കാം. നാറ്റോ
നാറ്റോ 1949 ഏപ്രിൽ 4 ബ്രസൽസ് ആണ് ആസ്ഥാനം. ഓക്കെ, ഇനി നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. CA ആണ് നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ. മാർക്ക് റൂട്ടെയാണ് കേട്ടോ. മാർക്ക് റൂട്ടെയാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ. മാർക്ക് റൂട്ടെയാണ്. ഇനി 2025 നാറ്റോ കോൺഫറൻസ് എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്? നെതർലാൻഡ്സിലാണ് കേട്ടോ. ഹേഗ്, നെതർലാൻഡ്സിലെ ഹേഗിൽ വെച്ചിട്ടാണ്. 2025 നാറ്റോ കോൺഫറൻസ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഹേഗ് ആണ്. ഹേഗ്, നെതർലാൻഡ്സിലെ ഹേഗ്. ഇനി 2026 അത് തുർക്കിയിലാണ്. ഓക്കെ, 2026 തുർക്കിയിലാണ് നാറ്റോ കോൺഫറൻസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ CA ഫാക്ട് കൂടെ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ഹേഗും 2026 തുർക്കിയുമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ഇത് അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി തിരമാലകളിൽ നിന്ന്, അതായത് ടൈഡൽ എനർജി ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? തീർച്ചയായും അത് വിഴിഞ്ഞത്താണ് അല്ലേ. ഓപ്ഷൻ ഡി, വിഴിഞ്ഞമാണ് ശരി ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാലോ. വിഴിഞ്ഞത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഔദ്യോഗിക നാമം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്നാണ് കേട്ടോ. VISL എന്നാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്, VISL. സ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്കിലാണ് കേട്ടോ. നെയ്യാറ്റിങ്കര താലൂക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര താലൂക്കിലാണ്. ഇനി ലൊക്കേഷൻ കോഡ് മാറിയിട്ടുണ്ട് എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. INTRV ആണ്, TTV അല്ല, TRV01 എന്നാണ്. ഓക്കെ, അതെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. INTRV01 തന്നെയല്ലേ, അതോ പഴയ കോഡ് തന്നെയാണോ? INTTV01 ആണോ? ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കാം. തുറമുഖം ഉദ്ഘാടനം ചെയ്ത എപ്പോഴാണ്? 2023 ഒക്ടോബർ 15 പിണറായി വിജയനാണ്. എപ്പോഴാണ്? 2023 ഒക്ടോബർ 15 പിണറായി വിജയൻ, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രവർത്തനം നിർവഹിക്കുന്നത് ആരാണ്? പ്രവർത്തനം നിർവഹിക്കുന്നത് അത് അദാനിയാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേട്ടോ. അദാനി ഗ്രൂപ്പിനാണ് അതിൻ്റെ ലീസ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, 40 വർഷത്തേക്കാണ്. അപ്പോൾ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ PPP പദ്ധതിയാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ PPP പദ്ധതി. എന്താ PPP പദ്ധതി? അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. 4ാമത്തെ ചോദ്യമാണ്, എന്താണ് PPP പദ്ധതി? ഓക്കെ, PPP പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനി ചെയർമാൻ നോക്കിയേ. ആരാണ് ചെയർമാൻ? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേട്ടോ. ചെയർമാൻ ആയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, ഇത് അടുത്ത ഒരു PYQ ആണ്. 2025 ലാസ്റ്റോടുകൂടി ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണെന്ന്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്, വിഴിഞ്ഞമാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഏറ്റവും നീളം കൂടിയ, ശ്രദ്ധിക്കണം കേട്ടോ, ഏറ്റവും നീളം കൂടിയ എന്നാണ് പറയുന്നത്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആ ഇന്ത്യൻ സംസ്ഥാനം ഒരു സംശയവുമില്ല, ഓപ്ഷൻ C ആണ്. പശ്ചിമ ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളാണ് ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറേ PYQ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ റെഡിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി, ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ രാജ്യങ്ങളല്ല പറയുന്നത്, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി, അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശാണ്. UP ആണ്, ഉത്തർപ്രദേശാണ്. ഇനി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ബംഗ്ലാദേശാണ് കേട്ടോ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ്, ബംഗ്ലാദേശ്. ഓക്കെ, ഇനി പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഓക്കെ, പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഏറ്റവും ചെറിയ കര അതിർത്തി ആർക്കാണ്? അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. ഏറ്റവും ചെറിയ കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ മൊത്തം കര അതിർത്തി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 15,106.7 ആണ്. അതായത് 15,106.7 കിലോമീറ്റർ. അതാണ് ഇന്ത്യയുടെ മൊത്തം
കര അതിർത്തി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കേണ്ട, അത് ഇടയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. പക്ഷേ മോർ ഓവർ ഇങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് കേട്ടോ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം മക്കളെ. നിങ്ങൾ എല്ലാ പോയിന്റുകളും നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ പഠിച്ച 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ്. 3 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് അടുത്ത ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാ? വീണ്ടും ശരിയായ പ്രസ്താവനകളാണ് ഞാൻ പറയുന്നു. സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അടിവരയിട്ടു. ഓക്കെ, ഇനി നോക്കാലോ. എന്താ അവിടെ പറയുന്നത്? പുതിയ ഏക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്ന് വിളിക്കുന്നു. ശരിയാണല്ലേ? പുതിയ ഏക്കൽ നിക്ഷേപങ്ങളെ എന്താ വിളിക്കുന്നത്? ഗാദർ എന്നാ വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ 5ാമത്തെ ചോദ്യം ചോദിക്കുന്നു കേട്ടോ. പഴയ ഏക്കൽ നിക്ഷേപങ്ങളെ, ഇത് 2026 ചോദിച്ച ചോദ്യമാണ്. ഈ വർഷം ജനുവരിയിൽ നടന്ന ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. പഴയ ഏക്കൽ മണ്ണ് നിക്ഷേപങ്ങളെ എന്ത് പറയുന്നു എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ പുതിയ ഏക്കൽ മണ്ണ് നിക്ഷേപങ്ങൾ ഗാദറാണ് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പഴയ ഏക്കൽ മണ്ണ് നിക്ഷേപങ്ങളെ എന്ത് വിളിക്കുന്നു? അത് നിങ്ങൾ എന്ത് ചെയ്യുക? 5ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുക. ഇനി കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. എല്ലാവർക്കും അറിയാം, റിഗർ സോയിൽ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. ശരിയാണ്, റിഗർ സോയിൽ ഏതാണ്? കറുത്ത മണ്ണാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഇനി കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കുറവാണ്. തീർച്ചയായും തെറ്റാണ്. കറുത്ത മണ്ണിന് ഈർപ്പം സ്വീകരിച്ചു വെക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് പരുത്തി കൃഷിക്കൊക്കെ അനുയോജ്യമായിരിക്കുന്നത്. കറുത്ത മണ്ണിന് എന്താണ്? ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കൂടുതലാണ്. ഇനി ഏക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ് എന്നാണ് പറയുന്നത്. തെറ്റാണ്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം ഏക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഏക്കൽ മണ്ണിന് ഫലപുഷ്ടി കൂടുതലാണ്. കിട്ടിയല്ലോ? ഓക്കെ, അപ്പോൾ 3, 4 തെറ്റ്, 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1ഉം 2ഉം ശരിയാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? എന്താണ് 3ഉം 4ഉം തെറ്റാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞു. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ പഠിക്കാലോ. ഞാൻ മണ്ണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഏക്കൽ മണ്ണ് എന്താണ്? അലുവായൽ സോയിൽ എന്ന് പറയും കേട്ടോ. ഇംഗ്ലീഷിലൂടെ പഠിച്ചു വെച്ചേക്കണേ. ഏക്കൽ മണ്ണ് അലുവായൽ സോയിലാണ്. നദികൾ കൊണ്ടുവന്ന നിക്ഷേപ മണ്ണാണ് അലുവായൽ സോയിൽ അഥവാ ഏക്കൽ മണ്ണ്. നദികൾ കൊണ്ടുവന്ന നിക്ഷേപം. ഇനി ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ അല്ലെങ്കിൽ വടക്ക് സമതലങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നു. എവിടെയാണ് കാണപ്പെടുന്നത്? വടക്ക് കിഴക്കനല്ല, ഇന്ത്യയിലെ വടക്കൻ സമതലങ്ങളിലാണ് കേട്ടോ. ഇന്ത്യയിലെ വടക്കൻ സമതലങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഈ വടക്കൻ സമതലം എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്തേൺ പ്ലേറ്റു ആണ് കേട്ടോ. നോർത്തേൺ പ്ലേറ്റു ആണ് ഇന്ത്യയിലെ വടക്കൻ സമതലങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നു. ഇനി ഏതൊക്കെ കൃഷിക്കാണ് ഏക്കൽ മണ്ണ് അനുയോജ്യം? നെല്ല്, ഗോതമ്പ്, കരിമ്പ് എന്നീ കൃഷിക്ക് അനുയോജ്യമാണ് ഏക്കൽ മണ്ണ്. ഇപ്പം എന്തൊക്കെയാ പറഞ്ഞത്? നദികൾ കൊണ്ടുവന്നുള്ള നിക്ഷേപ മണ്ണാണ് ഇന്ത്യയിൽ വടക്കൻ സമതലങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. നെല്ല്, ഗോതമ്പ്, കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏക്കൽ മണ്ണ്. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാനുള്ളതാണ് കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ, റിഗർ സോയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ, റിഗർ സോയിൽ ലാവയിൽ നിന്ന് രൂപപ്പെട്ട മണ്ണാണ് കേട്ടോ. ഇത് PYQ ആണ്. എങ്ങനെയാണ് കറുത്ത മണ്ണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലാവയിൽ നിന്ന് രൂപപ്പെട്ട മണ്ണാണ്. ഓക്കെ, ഈ പറഞ്ഞതൊക്കെ PYQ ആണ്. പക്ഷേ ഇതിപ്പോൾ അടുത്ത റീസെൻ്റ്ലി ചോദിച്ച് കണ്ടിട്ടുണ്ട്. കറുത്ത മണ്ണ് രൂപപ്പെടാൻ കാരണമായിരിക്കുന്ന ഏതാണെന്ന്? ലാവയാണ്. ഓക്കെ, ഇനി മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് മേഖലകളിൽ കൂടുതലായി കാണപ്പെടുന്നു. അപ്പോൾ എവിടെയാണ് കറുത്ത മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് മേഖലകളിൽ കൂടുതലായി കാണപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ 6ാമത്തെ ചോദ്യം ചോദിക്കാൻ കേട്ടോ. ഈ ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഇതൊക്കെ PYQ ആണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. 6ാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ഇന്ത്യത്തെ കാര്യം പറഞ്ഞു. കേരളത്തിലെ ഒരേ ഒരു സ്ഥലത്താണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഓക്കെ, കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്താണ് ഏക്കൽ മണ്ണ് കാണപ്പെടുന്നത്. അത് PSC ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി PYQ ആയി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ സ്ഥലം ഏതാണെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ 6ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുക. ക്ലിയർ ആയല്ലോ? പിന്നെ മക്കളെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ക്ലാസ് ഇടുന്ന സമയത്ത്, ഇത് പ്രീമിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലൈവ് ചാറ്റായിട്ട് ഉത്തരം പറയുന്നത് കാണുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് റിപ്ലൈ തരാൻ. കാരണം ലൈവ് ചാറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അതിന് റിപ്ലൈ തരാൻ എന്താണ്? നമുക്ക് കോമൺ ആയിട്ടുള്ള മെസ്സേജിന് മാത്രമേ റിപ്ലൈ തരാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം നിങ്ങൾ പറയേണ്ടത് കമൻറ്റ് സെക്ഷനിലാണ് കേട്ടോ. നോർമൽ കമൻറ്റ് സെക്ഷൻ ഉണ്ടല്ലോ, ലൈവ് ചാറ്റ് അല്ല, കമൻറ്റ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ അവിടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഇതിൻ്റെയൊക്കെ ഉത്തരം പറയാൻ. നിങ്ങൾക്ക് ഒന്നറിയുമെങ്കിൽ ഒന്നെന്ന് എഴുതിയിട്ട് ഉത്തരം പറയുക. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, ഒരു പ്രശ്നവുമില്ല. നമ്പർ ഇട്ട് പറയണം. ഓക്കെ, അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചോദ്യമാണെന്ന് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ പറയുന്നുണ്ടല്ലോ. 1ൻ്റെ ചോദ്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്
നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും പഠിക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് മേഖലകളിൽ കൂടുതലായി കാണപ്പെടുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ആ ചോദ്യം ഓക്കെ ആയി. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ് എന്നാണ് ചോദ്യം. ആദ്യത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ, ആദ്യത്തെ പോസ്റ്റ് ഓഫീസാണ് ചോദ്യം. അതൊരു സംശയവും വേണ്ട, കൊൽക്കത്തയാണ്. ഓപ്ഷൻ സി, കൊൽക്കത്തയാണ് ശരി ഉത്തരം. ഓക്കെ, ഇനി അങ്ങനെയെങ്കിലേ ഈ ആദ്യത്തെ പോസ്റ്റ് ഓഫീസില്ലേ, ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയുമെങ്കിൽ? 7ാമത്തെ ചോദ്യമാണ് കേട്ടോ. എനിക്കറിയാം, നിങ്ങൾക്ക് അറിയുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. ഏത് വർഷത്തിലാണെന്നൊന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞേ. 7ാമത്തെ ചോദ്യമാണ്, ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന വർഷം. ഓക്കെ, ഇത് നോക്കിയതാ കുറച്ച് ആദ്യത്തെ കാര്യങ്ങൾ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്താണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. വർഷം 1770 ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. 1770 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബീച്ച് ഏതാണ്? മറീന ബീച്ചാണ് കേട്ടോ. മറീന ബീച്ചാണ് ചെന്നൈ, തമിഴ്നാട് ചെന്നൈയിലെ മറീന ബീച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബീച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? ഒരുപാട് തവണ PYQ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? മുംബൈ ടു താനെയാണ്. 1853 വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് മുംബൈ ടു താനെയാണ് കേട്ടോ. മുംബൈ ടു താനെ എന്നാണ് 1853. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത് അടുത്ത ചോദ്യം നോക്കിയേ. 3 തലസ്ഥാനങ്ങളിലുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? അപ്പം എന്താണ്? 3 തലസ്ഥാനങ്ങളാണ്, ക്യാപിറ്റൽസ് ആണ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? 3 തലസ്ഥാനങ്ങളുള്ള ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശാണ് 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഏതൊക്കെയാണ് ആ തലസ്ഥാനം എന്നുകൂടി പഠിച്ചു വയ്ക്കാം. ഇതാ നോക്കിയാൽ ഞാനിവിടെ തന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ 3 തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വിശാഖപട്ടണമാണ്. വൈശാഖ് എന്ന് പറയുന്ന വിശാഖപട്ടണം എക്സിക്യൂട്ടീവ് തലസ്ഥാനമാണ് കേട്ടോ. അതായത് ഭരണ നിർവഹണ കേന്ദ്രമാണ്. എക്സിക്യൂട്ടീവ് തലസ്ഥാനമാണ് വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിന്റെ എക്സിക്യൂട്ടീവ് തലസ്ഥാനമാണ് വിശാഖപട്ടണം. ഇനി ആന്ധ്രാപ്രദേശിലെ അമരാവതി എന്താണ്? ലെജിസ്ലേറ്റീവ് തലസ്ഥാനമാണ്. അതായത് നിയമസഭാ തലസ്ഥാനം എന്നൊക്കെ പറയുന്നത് അമരാവതിയാണ്, ലെജിസ്ലേറ്റീവ് തലസ്ഥാനം. ഓക്കെ, ഇനി അടുത്ത് 3ാമത്തേത് വരുന്നത് കർണൂൾ ആണ്. കർണൂളിന്റെ പ്രത്യേകത എന്താണ്? ജുഡീഷ്യൽ തലസ്ഥാനമാണ്. അതായത് ഹൈക്കോടതി എവിടെയാണുള്ളത്? ജുഡീഷ്യൽ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കർണൂലാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ എക്സിക്യൂട്ടീവ് തലസ്ഥാനം വിശാഖപട്ടണം, ലെജിസ്ലേറ്റീവ് തലസ്ഥാനം അമരാവതി, ജുഡീഷ്യൽ തലസ്ഥാനം കർണൂൾ. ക്ലിയർ ആയില്ലേ? അതാണ് ആ 3 തലസ്ഥാനങ്ങൾ കേട്ടോ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഈ ചോദ്യത്തിന് മുൻപ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ 3 ഏതാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് പോയിട്ടുണ്ടാവില്ല. അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, ഞാൻ അന്വേഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, തീർച്ചയായും ഈ ചോദ്യം ഇനി ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ചോദ്യം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ഈ 3 തലസ്ഥാനങ്ങളുടെ പേരും ഒരു എക്സ്ട്രാ ഫാക്ട് കൂടി തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ആ 3 തലസ്ഥാനങ്ങളെന്ന്. ക്ലിയർ ആയല്ലോ? അടുത്തതിലേക്ക് പോവാം. ഇതാ അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ എല്ലാവർക്കും അറിയാം. എല്ലാവരും പഠിക്കുമ്പോൾ തന്നെ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? അത് ഇന്ദിരാഗാന്ധി കനാലാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി കനാൽ. ഇനി നോക്കിക്കേ, എന്താ അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കനാൽ നമ്മൾ പഠിച്ചു, അതേതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പോൾ നമ്മൾ ആദ്യം കനാൽ പഠിച്ചു, ഇന്ദിരാഗാന്ധി കനാൽ, അതിനുശേഷം നദി പഠിച്ചു, ഗംഗ. ഇപ്പോൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാറാണ് കേട്ടോ. വൂളാറാണ്. ജമ്മു കാശ്മീരിലെ വൂളാറാണ് കേട്ടോ. വൂളാർ തടാകം എന്ന് പറയുന്ന തടാകമാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? നമുക്ക് മലയാളികൾക്കൊക്കെ വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ് വേമ്പനാട്ട് കായൽ കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? അത് വേമ്പനാട്ട് കായലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? അപ്പം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് എന്നാണ് ചോദ്യം. ആരാണ്?
ശ്രദ്ധിക്കണം കേട്ടോ. ദേശീയ ഗാനം എന്ന് ആരും മാറി വായിക്കരുത്, തെറ്റാൻ വളരെ ചാൻസ് ഉണ്ട്. കാരണം അദ്ദേഹത്തെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. അതാരാണ്? അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നോക്കാലോ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം അതെന്താണ്? ആൻഡമെറ്റോളജി എന്നാണ് കേട്ടോ പറയുക. ആൻഡമെറ്റോളജി എന്ന് പറയുന്നതാണ് ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഒരുപാട് പേർക്ക് അറിയാത്ത റെയർ ഫാക്റ്റ് ആയിരിക്കും. ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആയിരിക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനമാണ് ആൻഡമെറ്റോളജി. ഇനി ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. ജനഗണമനയാണ്. രചിച്ച ഭാഷ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ തുടക്കകാലങ്ങളിൽ ഒരുപാട് തവണ തെറ്റിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ജനഗണമന രചിച്ച ഭാഷ ബംഗാളിയാണ്. ബംഗാളി ഭാഷയാണ്. ഉറുദു, മറാത്തയൊക്കെ ഉണ്ടാവും ഓപ്ഷനിൽ, തെറ്റിക്കരുത്. ജനഗണമന രചിച്ച ഭാഷ ബംഗാളി ഭാഷയാണ്. ആരാണ് രചിച്ചത്? അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനം രചിച്ചത്. എല്ലാവർക്കും അറിയാം അല്ലേ? ഇനി അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമുക്ക് തെറ്റിക്കാൻ വേണ്ടി തരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ജനഗണമന ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അതാരാണ്? അപ്പോൾ ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹം രചിച്ച ഭാഷ ബംഗാളിയാണ്. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതും അദ്ദേഹം തന്നെയാണ് കേട്ടോ. ഓക്കെ, അതായത് ഞാൻ തന്നെയല്ലേ ഇത് ഉണ്ടാക്കിയത്, എനിക്കറിയാം അത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞതാണ്. അദ്ദേഹം തന്നെയാണല്ലോ അത് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ദേശീയ ഗാനത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു. ഇനി ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ് അല്ലേ? വന്ദേ മാതരമാണ് ദേശീയ ഗീതം. അത് രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം രചിച്ച ഭാഷ ഏതാണ്? അതും ബംഗാളിയാണ് കേട്ടോ. വന്ദേ മാതരം രചിച്ച ഭാഷ ബംഗാളിയാണ്. വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലാണ് കേട്ടോ. ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലാണ് 1882 പ്രസിദ്ധീകരിച്ച ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത വളരെ ഭയങ്കര ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം എന്നൊക്കെ പറയുന്ന തരത്തിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൻ്റെ പ്രതിപാദ്യ വിഷയം എന്നായിരുന്നു ചോദ്യം. ഓക്കെ, ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്. ആനന്ദമഠം നോവലിൻ്റെ പ്രതിപാദ്യ വിഷയം ഏതാണ്? സന്യാസി കലാപമാണ് കേട്ടോ. ഓക്കെ, അത് ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ അറിയുന്നവർ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അറിയാത്തവർ എന്ത് ചെയ്യുക? നന്നായിട്ട് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൻ്റെ പ്രതിപാദ്യ വിഷയം സന്യാസി കലാപം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005 ആണ്. നോക്കിക്കേ, കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. വിവരാവകാശം 2005 നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 PYQ ആണ്. നിലവിൽ വന്ന എപ്പോഴാണ്? 2005 ഒക്ടോബർ 12. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. ഇതും PYQ ആണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. നിലവിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ കേട്ടോ. നിലവിലെ കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് വി ഹരിനായരാണ്. ഇന്ത്യയിലെ നിലവിലെ വിവരാവകാശ കമ്മീഷണർ അതാരാണ്? രാജ്കുമാർ ഗോയലാണ് കേട്ടോ. രാജ്കുമാർ ഗോയലാണ് ഇന്ത്യയിലെ നിലവിലെ വിവരാവകാശ കമ്മീഷണർ. രാജ്കുമാർ ഗോയൽ. മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. മാറ്റം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ നോക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, കാലാവധി എത്രയാണ്? വിവരാവകാശ കമ്മീഷൻ്റെ കാലാവധിയാണ് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അതറിയാലോ നിങ്ങൾക്ക്. ഒന്നുകിൽ 5 വർഷമാണ് അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണ് ആദ്യം പൂർത്തിയാവുന്നത് അതായിരിക്കും ക്ലിയർ ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ വിവരാവകാശ നിയമം? ഓക്കെ അല്ലേ? ശരി, വിവരാവകാശത്തെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. വിവരാവകാശ നിയമം എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന നമുക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവരാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം എല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ആരും അത് നോക്കാതിരിക്കേണ്ട. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ആ ക്ലാസ്സിലും അത് പറയുന്നുണ്ട്. അപ്പോൾ വിവരാവകാശം പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് കാണാം. മനുഷ്യാവകാശം അതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സുകളൊക്കെ അതിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വേണ്ടവരെല്ലാവരും എന്ത് ചെയ്യുക? അതൊക്കെ കണ്ടിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3 ആണ്. ഓപ്ഷൻ D ആണ് അല്ലേ?
ഭാഗം 3 ഓപ്ഷൻ ഡി. നോക്കാലോ, എന്താ ഭാഗം 1 പറയുന്നത്? ഭരണഘടന കുറച്ച് ഭാഗങ്ങളെയും തന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയി റീസെൻ്റ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഭാഗം 1 എന്ന് പറയുന്നത് യൂണിയനും അതിൻ്റെ പ്രദേശങ്ങളുമാണ്. ഭാഗം 1 എന്താണ്? യൂണിയനും അതിൻ്റെ പ്രദേശങ്ങളും. ഭാഗം 2 പൗരത്വം. ഭാഗം 2 പൗരത്വമാണ് അല്ലേ? ഭാഗം 2 പൗരത്വമാണ്. ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടം വരെയാണ്? 5 മുതൽ 11 വരെയാണ് കേട്ടോ. പൗരത്വത്തെ പ്രതിപാദിക്കുന്നത് 5 മുതൽ 11 വരെയാണ്. 5 മുതൽ 11 വരെയാണ് പൗരത്വം. മൗലികാവകാശങ്ങൾ എവിടം മുതൽ എവിടം വരെയാണ്? മൗലികാവകാശങ്ങൾ എവിടം മുതൽ എവിടം വരെയാണ്? 12 മുതൽ 35 വരെയാണ് കേട്ടോ. 12 മുതൽ 35 വരെ അല്ലേ? യെസ്, 12 മുതൽ 35 വരെയാണ് എന്ത്? മൗലികാവകാശങ്ങൾ. ഇനി മൗലിക അവകാശങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് ഭാഗം 4A ആണ്. മൗലിക കടമകളാണ്. ഓക്കെ, മൗലിക കടമകൾ എന്ന് പറയുന്നത് 51A ആണ് കേട്ടോ. 51Aയിലാണ് 11 മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. 11 മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ഭാഗമാണ് 51A. ആ ഒരൊറ്റ ആർട്ടിക്കിളിൽ സബ്സെക്ഷനായിട്ട് ABC എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് 11 മൗലിക കടമകൾ. ഓക്കെ, ഇനി ഭാഗം 4ലാണ് DPSP. എല്ലാവർക്കും അറിയാലോ, DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഭാഗം 4ലാണ്. ഭാഗം 4 അത് എവിടം മുതൽ എവിടം വരെയാണ്? 36 മുതൽ 51 വരെയാണ് കേട്ടോ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് DPSP. അത് ഭാഗം 4 ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ്. അതുമായി വന്നിട്ടുള്ള റിലേറ്റഡ് ഫാക്ട് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചേ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം. ഓക്കെ, ഞാൻ ഇവിടെ ഓരോ ക്ലാസ് കൊണ്ടുവരുന്നതും അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ്. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ ഇതിപ്പോൾ രാത്രി പുലർച്ചെ 1:25 സമയത്ത് ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഇതാ അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? അതെല്ലാവർക്കും അറിയുന്നതാണ്. പിംഗലി വെങ്കയ്യയാണ് കേട്ടോ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ചോദ്യം കേട്ടോ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദേശീയ പതാകയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. വെക്സിലോളജി എന്ന് പറയുന്നത് പതാകകളെ കുറിച്ചുള്ള പഠനമാണ്. പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22. വർഷം പഠിച്ചു വെക്കണേ, ദിവസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. അതിൻ്റെ അറേഞ്ചിങ് ഓർഡർ ആണ് കേട്ടോ പറയുന്നത്. മുകളിൽ എന്താണ് നിറം? കുങ്കുമമാണ്. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെയാണ് പച്ച. ഓക്കെ, ഇപ്പം അടുത്ത് വളരെ വലിയൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ഏതോ ഒരു മന്ത്രിയുടെ കാറിൽ ഇത് തിരിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കാം, അത് അറിവില്ലായ്മയാണ്. മുകളിൽ കുങ്കുമമാണ്, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. കുങ്കുമം നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധീരതയാണ് കേട്ടോ. ധീരതയാണ്, ധീരത, ത്യാഗം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് കുങ്കുമ നിറം. ഇനി പച്ചയാണെങ്കിലോ? പച്ചയാണെങ്കിൽ സമൃദ്ധിയെയും ഫലഭൂഷ്ടതയെയുമാണ് സൂചിപ്പിക്കുന്നത്. സമൃദ്ധിയെയും ഫലഭൂഷ്ടതയെയുമാണ് സൂചിപ്പിക്കുന്നത് പച്ച നിറം. വെള്ള നിറമാണെങ്കിലോ? സത്യസന്ധത, സമാധാനം. സത്യസന്ധതയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നതാണ് വെള്ള നിറം. ഓക്കെ, ഇനി ദേശീയ പതാകയിലുള്ള അശോക ചിഹ്നം, ഓക്കെ, അശോക ചക്രത്തിന് എത്ര അരക്കാലുകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 അരക്കാലുകളാണ് കേട്ടോ. ഇതൊക്കെ PYQ ആണ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അരക്കാലുകളുടെ എണ്ണം 24 ആണ്. ഇനി ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3:2 ആണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. അടുത്ത ഒരു ചോദ്യം, ഇത് ഡിഗ്രി ലെവലിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതവിടെ കൊടുത്തത്. VVIPകളുടെ വിമാനത്തിലുള്ള പതാക. അപ്പം എന്താണ് VVIP? VVIP എന്താണ്? VIP എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഓക്കെ, VVIP എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അങ്ങനത്തെ വ്യക്തികളുടെ വിമാനത്തിനുള്ള പതാകയുടെ ആ അനുപാതം എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 450 mm × 300 mm ആണ് കേട്ടോ. 450 mm × 300 mm. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2024-25-24 ചോദിച്ചത്. ഇത് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ 24 വർഷം ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ തീർച്ചയായും ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാണ്. വർഷം കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അത് നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
അപ്പോൾ VVIPകളുടെ വിമാനത്തിനുള്ള പതാകയുടെ അളവ് അനുപാതം എന്ന് പറയുന്നത് 450 mm × 300 mm ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ചുവടെ നൽകിയിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി സ്വത്തവകാശമാണ്. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, സ്വത്തവകാശമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാനിതവിടെ 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരായ അവകാശം, 4 മതസ്വാതന്ത്ര്യ അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 6 ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യ അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇതാണ് 6 മൗലിക അവകാശങ്ങൾ. ഓക്കെ, നിങ്ങൾക്കറിയാലോ സ്വത്തവകാശം മുൻപ് എന്തായിരുന്നു? മൗലികാവകാശമായിരുന്നു. എന്നാൽ ഏത് ഭേദഗതിയിലൂടെയാണ്? 8ാമത്തെ ചോദ്യം, ഈ ക്ലാസ്സിലെ 8ാമത്തെ ചോദ്യം കേട്ടോ. ഇത്രയും ചോദ്യങ്ങളൊന്നും സാധാരണ ചോദിക്കാറില്ല. സ്വത്തവകാശത്തെ ഇത് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാ ഭേദഗതികളും എല്ലാ ഭേദഗതികളും നമ്മൾ 10 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു ലൈവ് ഉണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ. 10 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ ഭേദഗതികളെല്ലാം എടുത്തു തന്നിട്ടുള്ളതാണ്. അതിൽ ഞാൻ എടുത്ത് പറയുന്നൊരു ഭേദഗതിയാണ് അല്ലേ ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയുക കേട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ഡു ഓർ ഡൈ എന്ന് പറയുന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാൻ മതി. ഏതാണ്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലേ. ക്വിറ്റ് ഇന്ത്യ സമരം വർഷം 1942. 1942 കേട്ടോ. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജി നൽകിയ മന്ത്രം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇനി നോക്കിക്കേ, ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. ഓക്കെ, എന്തെങ്കിലുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സാധ്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഖിലാഫത്ത് സമരമായി PYQ ആണ്. PYQ ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപം. ഓക്കെ, മലബാർ കലാപം. അതിനുശേഷം വരുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ചൗരി ചൗരാ സംഭവമാണ് കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ചൗരി ചൗരാ സംഭവമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. അങ്ങനെയെങ്കിൽ ഞാൻ 9ാമത്തെ ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. ഈ ക്ലാസ്സിലെ 9ാമത്തെ ചോദ്യമാണ്. എന്താ ചോദ്യം? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്താണ്? നിരാഹാര സത്യാഗ്രഹം ഏതാണെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ 9ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞ ഫാക്റ്റുകളൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയി. ആ ഫാക്റ്റുകൾ നിങ്ങൾക്ക് ഓക്കെ ആയി. ഇനി അടുത്ത് നോക്കിക്കേ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? എന്താണ് പറയുന്നത്? കോഡ്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇതാരുടെ പ്രഖ്യാപനമാണ്? തീർച്ചയായും ഇത് ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് കേട്ടോ. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, നോക്കിയേ, ഗാന്ധിജി എന്താ പറഞ്ഞത്? മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജി പറഞ്ഞതാണ്. മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല. ഓക്കെ, ഓപ്ഷനിൽ ആരുണ്ടായിരുന്നു? ഗാന്ധിജി ഉണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞു. ഇനി അടുത്തത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ് എന്താ പറഞ്ഞത്? അവർക്ക് എന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കും, പക്ഷേ എൻ്റെ ആശയങ്ങളെ കൊല്ലാൻ അവർക്ക് കഴിയില്ല. എന്താണ് ഭഗത് സിംഗ് എന്താ പറഞ്ഞത്? അവർക്ക് എന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കും, പക്ഷേ എൻ്റെ ആശയങ്ങളെ കൊല്ലാൻ അവർക്ക് കഴിയില്ല. ഭഗത് സിംഗ് ഓപ്ഷനിലില്ലേ? തീർച്ചയായും ഭഗത് സിംഗ് ഓപ്ഷനിലുണ്ട്. ഭഗത് സിംഗ് പറഞ്ഞത് ഞാൻ പറഞ്ഞു, അവർക്ക് എന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കും, പക്ഷേ എൻ്റെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ത് പറഞ്ഞു? ധർമ്മത്തിന്റെ പാത സ്വീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ധർമ്മത്തിന്റെ പാത സ്വീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പട്ടേൽ ഓപ്ഷനിലുണ്ടല്ലോ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഗാന്ധി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്. ഇപ്പം എന്താ ചോദ്യം?
ഗാന്ധി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഒപ്പുകുറുക്കി നിയമലംഘനം പ്രക്ഷോഭം നടത്തിയത് എപ്പോഴാണ്? നിയമലംഘനമാണ് കേട്ടോ, സിവിൽ ഡിസബോഡിയൻ മൂവ്മെന്റ് ആണ്, നിയമലംഘന പ്രക്ഷോഭമാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? 1930 ഏപ്രിൽ 6-നാണ്. 1930 ഏപ്രിൽ 6-നാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഒപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാലോ. ഇതാ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്, ഓക്കെ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചതാണ് കേട്ടോ. എപ്പോഴാണ് ആരംഭിച്ചത്? 1930 ഏപ്രിൽ 13-നാണ്. 1930 ഏപ്രിൽ 13-നാണ്. ആരാണ് നേതൃത്വം നൽകിയത്? കെ കേളപ്പനായിരുന്നു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം, കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പനാണ്. പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരായിരുന്നു അല്ലേ? പയ്യന്നൂരാണ് പ്രധാന കേന്ദ്രം. പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. എന്നാൽ കോഴിക്കോട് നേതൃത്വം നൽകിയത് ഒരുപാട് തവണ റാങ്ക് മേക്കിംഗ് ചോദ്യമായി ചോദിച്ചൊരു PYQ ആണ് കേട്ടോ. പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് നമുക്ക് കെ കേളപ്പനാണെന്ന് അറിയാം. തീർച്ചയായും കോഴിക്കോട് എന്നൊരു ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട ഉപ്പ് സത്യാഗ്രഹം കെ കേളപ്പനായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എന്നാൽ കോഴിക്കോട് നേതൃത്വം നൽകിയത് വേറൊരു വ്യക്തിയാണ്, അത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കേട്ടോ. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കോഴിക്കോട് നേതൃത്വം നൽകിയത്. ഉപ്പു സത്യാഗ്രഹത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ക്ലിയർ ആയല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച 1930 ഏപ്രിൽ 13-നാണ്. നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. പ്രധാന കേന്ദ്രം പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പനും കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബുമാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അല്ലേ? ഓപ്ഷൻ സി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത്. ഓക്കെ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. പഠിക്കാലോ? ഇതാ അടുത്ത ഓപ്ഷനിൽ ആരൊക്കെയുണ്ട്? ഷൗക്കത്ത് അലി ഉണ്ട്, മൗലാന അബ്ദുൽ കലാം ഉണ്ട്, മുഹമ്മദ് അലി ജിന്നയുണ്ട്. നോക്കാലോ. ഷൗക്കത്ത് അലിയുടെ പ്രത്യേകത എന്താണ്? ഷൗക്കത്ത് അലി അറിയപ്പെടുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവ് എന്ന നിലയിലാണ്. ഓക്കെ, ഷൗക്കത്ത് അലി അറിയപ്പെടുന്നത് എന്താണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവ്. ആരൊക്കെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാക്കന്മാര്? അലി സഹോദരന്മാരാണ് അല്ലേ? അലി സഹോദരന്മാരിൽ ഒരാളാണ്. ഒരാൾ ഷൗക്കത്ത് അലിയാണ് അല്ലേ? അപ്പോൾ മറ്റേ ആൾ ആരാ? ഈ ക്ലാസ്സിലെ 10ാമത്തെ ചോദ്യം കേട്ടോ. ഇനി ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല. 10 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് റെക്കോർഡാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലെ 7 ചോദ്യങ്ങൾ വരെ പോയിട്ടുണ്ട്. അതിനുശേഷം 10 ചോദ്യങ്ങളൊക്കെ ഇത് ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. അലി സഹോദരന്മാരിൽ ഒരാൾ ഷൗക്കത്ത് അലിയാണ്. മറ്റേ ആൾ ആരാണ്? ഓക്കെ, അലി സഹോദരന്മാർ 2 പേരാണ്. ആ അലി സഹോദരന്മാരിൽ ഷൗക്കത്ത് അലി ഒരാൾ ഞാൻ പറഞ്ഞു. 2ാമത്തെ അലി സഹോദരന്മാരിൽ ഒരു വ്യക്തി ആരാണെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ 10ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്? മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് കേട്ടോ. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രി. ഇനി മുഹമ്മദ് അലി ജിന്ന ആരാണ്? മുഹമ്മദ് അലി ജിന്ന അറിയപ്പെടുന്നത് പാകിസ്ഥാന്റെ സ്ഥാപകൻ, ആദ്യ ഗവർണർ ജനറൽ ഒക്കെ ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാന്റെ സ്ഥാപകൻ, ആദ്യ ഗവർണർ ജനറൽ ഒക്കെ ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ് കേട്ടോ. പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയല്ലോ? പാകിസ്ഥാന്റെ സ്ഥാപകൻ, പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ, ഇതൊക്കെ ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഏകദേശം അല്ല, ക്ലിയർ ആയിട്ട് 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 20 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഫാക്റ്റുകൾ നിങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 100-ലധികം ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചത് ഉൾപ്പെടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും 100-ലധികം ഫാക്റ്റുകൾ നിങ്ങൾ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വರ್ತല്ലേ? ഇത്രയും നേരം നിങ്ങൾ ഈ നോക്കിയിരുന്നിരിക്കുന്ന ഈ സമയം, ഈ ഒരു 40 മിനിറ്റ് നിങ്ങൾക്ക് വർത്തായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക? അപ്പം തന്നെ ലൈക്ക് അടിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസ് കണ്ടു കഴിഞ്ഞ് പ്രീമിയറായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തീർച്ചയായും രാവിലെ പ്രീമിയർ ഇടുന്നതായിരിക്കും. അപ്പോൾ പ്രീമിയറായി കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ക്ലോസ് ചെയ്തതിന് ശേഷം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. ഹൈപ്പ് അമർത്തി വെക്കുക. ഇനി പ്രീമിയർ അതല്ല, നോർമലായിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ അപ്പോൾ തന്നെ വിസിബിൾ ആയിരിക്കും. ആ ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഒന്നുകൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം പ്രധാനമായും പറയാനുള്ളത്, നിങ്ങളെ പോലെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? അവർക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ അത്രേ പറയാനുള്ളൂ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്